ശരീരഘടനയെപ്പറ്റി പറയുകയാണെങ്കിൽ അമിതവണ്ണമുള്ളവരിലാണ് ഇത് കൂടുതലായി കാണുന്നത്. അതായത് കൊഴുപ്പടങ്ങിയ ആഹാരം കൂടുതലായി കഴിച്ചാൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ പതുക്കെ അല്ലെ ഗ്രാജുവലായി മാത്രം വളരുന്ന മുഴകളാണ് ഈ ഗർഭാശയ മുഴകൾ അഥവാ ഫൈബ്രോയിഡ്സ്. ഗർഭാശയത്തിന്റെ മാംസപേശികളിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. ഗർഭാശയത്തിനകത്തോട്ടോ പുറത്തോട്ടോ ഗർഭാശയ ഗളത്തിലോ ഒക്കെ കാണാറുണ്ട്. അതായത് ഈ ഫൈബ്രോയിഡ്സ് ഗർഭപാത്രത്തിനകത്തോട്ടോ പുറത്തോട്ടോ വളരാം. ഒരാളിൽ തന്നെ പല വലിപ്പത്തിലും പല തരത്തിലുമുള്ള മുഴകൾ കാണാം. എണ്ണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലരിൽ ഒരു മുഴയെ കാണാറുള്ളൂ, ചിലരിൽ വളരെ കൂടുതൽ എണ്ണത്തിൽ കാണാം. അതായത് ഈ ഫൈബ്രോയിഡിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, അവയുടെ സ്ഥാനത്തിലാണ്. അത് ഏത് ഭാഗത്തുണ്ടാകുന്നോ അതിനനുസരിച്ചാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. സാധാരണയായി പറഞ്ഞാൽ ഇവ ഒരു 75% ഒരു സിംറ്റവും പ്രകടിപ്പിക്കാത്തതാണ്. അതായത് ഒരു ലക്ഷണങ്ങളും ആ പേഷ്യൻറ്റിൽ കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫൈബ്രോയിഡിൻ്റെ വലിപ്പത്തേക്കാൾ സ്ഥാനത്തിനാണ് പ്രാധാന്യം. ഗർഭപാത്രത്തിന് ഉള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ്സ് അമിത രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. പുറത്തോട്ട് വളരുന്ന മുഴകൾ ഒരു ലക്ഷണവും പ്രകടിപ്പിക്കാതെയും ഇരിക്കാം.